ഒരു ഫംഗ്ഷനിൽ പിയാനോ വായിക്കുന്ന ഹില്ലിംഗ്ഹെഡിന്റെ മകൾ പോളിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. സീൻ കട്ടായ അന്ന് ആ ബോഡി കണ്ട ദിവസം ഹെൻറി എടുത്ത ഫോട്ടോയിലെ റിഫ്ലക്ഷനിൽ കണ്ട ആളെ പറ്റി അന്വേഷിക്കാൻ ലോങ് ഹാർവസ്റ്റ് ലെയിനിലെത്തിയതാണ് ഹെൻറിയും ഹില്ലിംഗ്ഹെഡും. അവിടെ നിലത്ത് അയാളെ കുത്തിനിന്ന ഊന്നുവടിയുടെ പാടുണ്ടായിരുന്നു. അതൊരു ഹെക്സഗണൽ ഷേപ്പുള്ള വടിയായിരുന്നു. അതുകൂടാതെ ഹെൻറി എടുത്ത ഫോട്ടോ പ്രകാരം അരയന്നത്തിന്റെ കഴുത്തുപോലെയായിരുന്നു അതിന്റെ ഹാൻഡിൽ. ഈ സൊസൈറ്റിയിലെ ഹൈ പ്രൊഫൈൽ ആളുകളാണ് ഇതുപോലുള്ള കെയിനൊക്കെ യൂസ് ചെയ്യാറ്. അതുപോലെ ആരും കാണാതിരിക്കാൻ അയാൾ അവിടെയുള്ള ലാമ്പ് കെടുത്തി കാണും. സോ അതിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത ശേഷം ആ ഏരിയയിലെ ഹൈ സൊസൈറ്റി ആളുകൾക്ക് ഇതേപോലെയുള്ള ഊന്നുവടികൾ ഉണ്ടാക്കുന്ന ഒരേ ഒരു ഷോപ്പിലെത്തിയ ഹെൻറിയോടും ഹില്ലിംഗ്ഹെഡിനോടും ആകെ ഒരാൾക്ക് വേണ്ടി അതുപോലൊരു ഊന്നുവടി ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കടക്കാരൻ അവർക്ക് രജിസ്റ്റർ ബുക്ക് കാണിച്ചു കൊടുക്കാണ്. അതിൽ വാങ്ങിയ ആളുടെ പേരില്ലാതെ ഒരു അഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ അഡ്രസ്സിലെത്തി ആ ഫോട്ടോയിലുള്ള ആളെ കണ്ടതോടെ ഹെൻറി ഞെട്ടി. ഈ സിറ്റിയിലെ സമ്പന്നന്മാരിൽ ഒരാളായ സർ ജൂലിയൻ ഹാർക്കർ ആയിരുന്നു അത്. സീൻ കട്ടായ ഇനി ആരാണ് ജൂലിയൻ ഹാർക്കർ എന്ന് ഹില്ലിംഗ്ഹെഡിന് പറഞ്ഞു കൊടുക്കുകയാണ് ഹെൻറി. ശരിക്കും ഈ ജൂലിയൻ ഹാർക്കർ എന്ന് പറയുന്ന ആള് ബർമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അയാൾ തിരിച്ചു വന്നു. പക്ഷെ ഈ വന്ന ആൾക്ക് ശരിക്കുള്ള ജൂലിയൻ ഹാർക്കറുടെ ഒരു മുഖച്ഛായ ഇല്ലായിരുന്നു. എന്നാലും തന്റെ മകനെ തിരിച്ചു കിട്ടിയ ഡെസ്പിറേഷനിൽ ഹാർക്കറുടെ അമ്മ അഗത അവിടെയുള്ള ജൂലിയൻ ഹാർക്കറുടെ എല്ലാ ചിത്രങ്ങളും മാറ്റി വരപ്പിച്ചു. ഒഫീഷ്യലി ഇതെല്ലാം കാരണം ജൂലിയൻ ഹാർക്കർ ഒരു വാർ ഹീറോ ആണ്. എന്നാൽ ഹെൻറിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് പ്രകാരം അയാൾ ഒരു ആൾമാറാട്ടക്കാരനാണ്. പക്ഷെ ഇപ്പോൾ വന്ന ജൂലിയൻ ഹാർക്കറിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നല്ല പിടിപാടാണ്. ഇക്കാര്യത്തിൽ അയാൾ ഗസ് ചെയ്യുന്നതൊക്കെ ശരിയാവാറുമുണ്ട്. ഇതിനൊക്കെ പിന്നിൽ അമ്മ അഗതയുടെ പ്രേതങ്ങളായിട്ടുള്ള സമ്പർക്കമാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്തൊക്കെയായാലും ഇപ്പൊ അയാളുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഈ നഗരത്തിൽ ഒരു പ്രൈവറ്റ് ബാങ്ക് തന്നെ വാങ്ങാനുള്ള പുറപ്പാടിലാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അയാളെ രക്ഷിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഹെൻറിയോട് ആരും നിയമത്തിന് മുകളിലല്ല, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടും എന്ന് പറയാണ് ഹില്ലിംഗ്ഹെഡ്. പെട്ടെന്നാണ് അവിടെയുള്ള ഡോറിൽ ആരോ മുട്ടിയത്. വന്ന ആള് തന്നെ കാണാതിരിക്കാൻ വേണ്ടി ഹില്ലിംഗ്ഹെഡ് മറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ ഹില്ലിംഗ്ഹെഡിന് ഒരു ലെറ്റർ കൊണ്ടുവന്നതായിരുന്നു അയാള്. ജൂലിയൻ ഹാർക്കറുടെ വീട്ടിൽ ഇന്ന് രാത്രി നടക്കുന്ന സെയാൻസിലേക്കുള്ള ഇൻവിറ്റേഷൻ ആയിരുന്നു അത്. ഈ സെയാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ജൂലിയന്റെ അമ്മ അഗത ഈ സ്പിരിറ്റ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുമെന്ന്. അതേപോലെ സ്പിരിറ്റ്സുമായി സംസാരിക്കാൻ ആളുകൾ കൂടുന്ന ഒരു മീറ്റിംഗ് ആണ് ഈ സെയാൻസ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഉണ്ടെന്ന് ജൂലിയൻ എങ്ങനെ മനസ്സിലായി എന്നൊക്കെയുള്ള ഡൗട്ട് ഹില്ലിംഗ്ഹെഡിന് വന്നെങ്കിലും അയാൾ ആ മീറ്റിങ്ങിന് പോകാൻ തീരുമാനിക്കുകയാണ്. കാരണം അങ്ങനെ മീറ്റിംഗിൽ വെച്ച് ജൂലിയന്റെ ഫിംഗർ പ്രിന്റ് എടുക്കാനാണ് ഹില്ലിംഗ്ഹെഡിന്റെ പ്ലാൻ. താൻ നേരത്തെ എടുത്ത ഫിംഗർ പ്രിന്റ്സുമായി ഇത് മാച്ച് ആവുകയാണെങ്കിൽ പിന്നെ അയാൾ എത്ര വലിയവനായാലും ആർക്കും അയാളെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ ഹില്ലിംഗ്ഹെഡ് ഹെൻറിയോട് പറയാണ്. അങ്ങനെ മീറ്റിങ്ങിന് പോവാൻ ഹെൻറി ഹില്ലിംഗ്ഹെഡിനെ റെഡിയാക്കുകയാണ്. അടുത്ത സീനിൽ തന്റെ വീട്ടിലെത്തിയ ഹില്ലിംഗ്ഹെഡിനെ വെൽക്കം ചെയ്യുന്ന ജൂലിയനോട് എന്നെ എവിടേക്ക് വിളിച്ചതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ല ഞാൻ എവിടെയാണുള്ളതെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഹില്ലിംഗ്ഹെഡ്. അതിനൊന്നും വ്യക്തമായ മറുപടി പറയാതെ എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് പ്രകാരമാണ് നിങ്ങളിവിടെ വന്നത്, അതുകൊണ്ട് ആ മർഡർ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് നല്ല രീതിക്ക് തന്നെയാണ് എന്നെ ഒഴിവാക്കിയത് എന്ന് നിങ്ങളുടെ സുപ്പീരിയേഴ്സിനോട് പറയാമല്ലോ എന്ന് ജൂലിയൻ പറഞ്ഞത് കേട്ട് അപ്പൊ നേരിട്ട് കാര്യത്തിലേക്ക് വന്നത് നന്നായി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രൈവറ്റായി സംസാരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ച ഹില്ലിംഗ്ഹെഡിനോട് അതിനൊക്കെ ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞ് ജൂലിയൻ അയാളെ തന്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അവരോട് എനിക്ക് ഈ സ്പിരിറ്റ്സിലൊന്നും വലിയ വിശ്വാസമില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കെ ജൂലിയൻ ഹില്ലിംഗ്ഹെഡിന് കുടിക്കാൻ ഒരു ഡ്രിങ്ക് കൊടുക്കുകയാണ്. ആ സമയം ലോങ് ഹാർവസ്റ്റ് ലൈനിൽ നടന്ന കൊലപാതകത്തെക്കുറിച്ച് ഹില്ലിംഗ്ഹെഡ് ജൂലിയനോട് സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും എനിക്ക് കുറച്ചാളെ കാണാനുണ്ട്, അതുകൊണ്ട് സെയൻസ് കഴിഞ്ഞ് സംസാരിക്കാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് ജൂലിയൻ തനിക്ക് ഡ്രിങ്ക്സ് എടുത്തു തന്ന ആ കുപ്പിയുടെ മൂടിയിലെ അയാളുടെ ഫിംഗർ പ്രിന്റ്സ് എടുക്കാൻ വേണ്ടി ഹില്ലിംഗ്ഹെഡ് അതെടുത്ത് പോക്കറ്റിലിടാണ്. അടുത്ത സീനിൽ സെയൻസിനിടെ നിങ്ങൾക്ക് ആരുടെ സ്പിരിറ്റുമായിട്ടാണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ച ലേഡി ഹാർക്കറോട് തനിക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ സ്പിരിറ്റുമായിട്ടാണ് സംസാരിക്കേണ്ടത്, അയാളെ കൊന്നത് ഈ ഫോട്ടോയിലുള്ള ആളാണോ എന്ന് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് ലോങ് ഹാർവസ്റ്റ് ലൈനിലെ ബോഡിയുടെ ഫോട്ടോസ് അയാൾ ഇവരെ കാണിക്കുകയാണ്. ശരി നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ആ സ്പിരിറ്റ്സിനെ വിളിക്കാൻ തുടങ്ങി. ഇവരെ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ട് ഹില്ലിംഗ്ഹെഡിന് ചിരി വരുന്നുണ്ട്. എന്നാ പെട്ടെന്ന് അയാൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. നേരത്തെ ജൂലിയൻ കൊടുത്ത ഡ്രിങ്കിൽ അയാൾ എന്തോ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് ഹില്ലിംഗ്ഹെഡിന് മനസ്സിലായി. എന്നാൽ ഇതേ സമയം ലേഡി അഗത ഈ മരിച്ച ആളുടെ പേര് ഡിഫോയാണ് എന്നൊക്കെ പറയുന്നത് ഹില്ലിംഗ്ഹെഡിന് കേൾക്കാം. എന്നാൽ പെട്ടെന്ന് ഹില്ലിംഗ്ഹെഡിന്റെ അവസ്ഥ വളരെ മോശമാവാണ്. അയാൾക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അങ്ങനെ ഇതെല്ലാം നിർത്തി മതി എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് എണീക്കുകയാണ്. എന്നാൽ മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ അയാൾ അവിടെ കുഴഞ്ഞു വീണു. പെട്ടെന്ന് ഡോറ് തുറന്നു വന്ന ജൂലിയൻ ഹില്ലിംഗ്ഹെഡിന്റെ അടുത്ത് ചെന്ന് നിങ്ങൾ ഈ ചരിത്രത്തിന്റെ തെറ്റായ വശത്തായിരിക്കും എന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, എന്നാ അത് നിങ്ങളുടെ വിധിയാണ്,
എന്നൊക്കെ നിലത്ത് കിടക്കുന്ന ഹില്ലിംഗ് ഹെഡിനോട് അയാൾ പറയാണ്. അങ്ങനെ അവിടെ നിന്നവരെല്ലാം കൂടി ഹില്ലിംഗ് ഹെഡിന്റെ ഷർട്ടെല്ലാം ഊരി നമ്മൾ നേരത്തെ ലോങ് ഹാർവസ്റ്റ് ലൈനിൽ ഒരു ബോഡി കണ്ടില്ലേ അതിന്റെ അടുത്ത് കൊണ്ടുപോയി ഇയാളെ കിടത്തുകയാണ്. അങ്ങനെ ആ ഒരു പൊസിഷനിൽ കിടക്കുന്ന ഹില്ലിംഗ് ഹെഡിന്റെ ഒരു ഫോട്ടോയും ഇവരെടുത്തു. ഇവരുടെ കൂട്ടത്തിൽ ഹില്ലിംഗ് ഹെഡിനോട് ഈ അന്വേഷണത്തിന് പുറകെ പോകണ്ട എന്ന് പറഞ്ഞ ആ ഡോക്ടറും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒന്നും പ്രതികരിക്കാനാവാതെ പകുതി ബോധത്തിൽ ഹില്ലിംഗ് ഹെഡ് കാണുന്നുമുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, 1890 ഈ ജൂലിയനെ കാണാൻ 2053 കമാൻഡർ മാനിക്സിനെ പോലെയില്ലേ? ഇനി അയാൾ തന്നെയാണോ ഇയാള്? നോക്കാം. അടുത്ത സീനിൽ ഒരു സെമിത്തേരിയിൽ കണ്ണു തുറക്കുന്ന ഹില്ലിംഗ് ഹെഡ് എങ്ങനെയൊക്കെയോ ഹെൻറിയുടെ അടുത്തേക്ക് എത്താണ്. അങ്ങനെ ബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹില്ലിംഗ് ഹെഡിനെ ഹെൻറി സമാധാനിപ്പിക്കുകയാണ്. നീയും അവരെ കൂടിയാണ്, എന്റെ പോളി, എന്റെ ഷാർലറ്റ്, എനിക്ക് ഇവരെയൊക്കെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഹില്ലിംഗ് ഹെഡിനെ അവിടെയുള്ള ബെഡിലേക്ക് ഹെൻറി കിടത്തുകയാണ്. അടുത്ത സീനിൽ കണ്ണു തുറക്കുന്ന ഹില്ലിംഗ് ഹെഡ് തന്റെ കൂടെ ബെഡിൽ കിടക്കുന്ന ഹെൻറിയെ വളരെ പാഷനേറ്റ് ആയി ടച്ച് ചെയ്യാണ്. അങ്ങനെ അവർ തമ്മിൽ കിസ് ചെയ്യുകയും ഫിസിക്കലി ഇന്റിമേറ്റ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി 2023 വന്നാൽ തങ്ങളുടെ ഒരു കൊളീഗിന്റെ മരണത്തിന് കാരണക്കാരനായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഏലിയാസ് മാനിക്സിനെ കണ്ടുപിടിക്കണം എന്ന് പറയുന്ന ബാബറെ കാണാം. സീൻ കട്ടായ തന്റെ വീട്ടിൽ ഉറങ്ങുന്ന ഹസൻ അടുത്തുള്ള മുറിയിൽ എന്തോ ഒരു സൗണ്ട് കേട്ട് അവിടേക്ക് പോയി നോക്കുമ്പോൾ പുറത്തുള്ള പോലീസിന്റെ എല്ലാം കണ്ണു വെട്ടിച്ച് ഏലിയാസ് മാനിക്സ് അവളുടെ വീടിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവനെ കണ്ട് ഒച്ച വെച്ച ഹസനോട് അത് ചെയ്തത് ഞാനല്ല, അവരാണ് എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, പ്ലീസ് എന്നെ വിശ്വസിക്കണം എന്നൊക്കെ മാനിക്സ് കരഞ്ഞു പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും പോലീസ് വന്ന് അവനെ പിടിച്ചോണ്ടുപോയി. സീൻ കട്ടായ ഇനി പോലീസ് സ്റ്റേഷനിലെത്തിയ മാനിക്സ് എല്ലാ കുറ്റവും സ്വമേധയെ ഏറ്റെടുക്കാണ് എന്ന് അവന്റെ വക്കീല് പോലീസിനെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നീ നിരപരാധിയാണെന്ന് എന്നോട് എന്തിനാ പറഞ്ഞത് എന്നൊക്കെ ഹസൻ അവനോട് ചോദിച്ചെങ്കിലും അതിനൊന്നും ഉത്തരം പറയാതെ തല കുനിച്ചിരിക്കാൻ മാത്രമാണ് മാനിക്സ് ചെയ്തത്. ഇതൊക്കെ കണ്ട് ഹസന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. എന്നാൽ അവന്റെ ഫിംഗർ പ്രിന്റ്സും ആ ബോംബിലുള്ള ഫിംഗർ പ്രിന്റ്സും മാച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്യാം, അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കേണ്ട എന്ന് ഹസനോട് പറയാണ് ബാബർ. എന്നാൽ മാനിക്സിന്റെ അടുത്തേക്ക് ചെന്ന് നിനക്ക് മോർലീസിന്റെ ഈ വക്കീലിനെ മാറ്റണമെങ്കിൽ മാറ്റാം എന്ന് ഹസൻ അവനോട് പറഞ്ഞതും ഇയാളെ മാറ്റണം എന്ന് മാനിക്സ് അവരോട് പറയാണ്. അടുത്ത സീനിൽ തനിക്ക് ഹസനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്ന മാനിക്സ്, നിങ്ങൾ അവർ പറഞ്ഞതിലും നല്ലതാണ്. ആര്, മോർലീസ് ആണോ? അവർ വേറെന്തൊക്കെയാ പറഞ്ഞത്? പിന്നെ നീ എന്തിനാ ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തത് എന്നൊക്കെ ചോദിക്കുന്ന ഹസനോട്, ഞാനല്ല ആ ഫോട്ടോസ് എടുത്തത്, അവരാണ്, മോർലീസ് ആണ് അതെടുത്തത്, അവർക്ക് ഭാവി കാണാൻ സാധിക്കും. ലോങ് ഹാർവസ്റ്റ് ലൈനിലെ ആളെ കൊന്നത് ഞാനോ സയ്യിദോ അല്ല, ആ ബോഡി ഇതിനു മുന്നേയും അതേ സ്ഥലത്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ട്, അവരെനിക്കതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അയാളെ കൊന്നത് ഞാനല്ലെങ്കിലും അയാൾ മരിക്കാൻ കാരണക്കാരൻ ഞാനാണ്. അങ്ങനെയാണ് മോർലീസ് എന്നോട് പറഞ്ഞത്. ഇനിയും ആളുകൾ മരിക്കും, 1000 10,000 അല്ല, അതിലും കൂടുതൽ, അതും ഞാൻ കാരണം. ആ ബോംബ് അത് പൊട്ടും, ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് നിങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ എനിക്ക് ആരെയും കൊല്ലണ്ട എന്നൊക്കെ മാനിക്സ് ഹസനോട് പറയാണ്. അടുത്ത സീനിൽ മാനിക്സിനെയും എലേനെയും പ്രതി ചേർത്ത് ഈ കേസ് ക്ലോസ് ചെയ്യാണെന്നും ആൻഡ്രൂവിനെതിരെ തെളിവില്ലാത്തതുകൊണ്ട് അയാളെ വെറുതെ വിടുകയാണെന്നും ബാബർ പറയുന്നത് കേട്ട് ഹസൻ അയാളോട് ചൂടാവാണ്. ഇനി 2053 വന്നാൽ 2 ദിവസം മുന്നേ താൻ കണ്ടെത്തിയ ഡിഫോയെ ഒറിജിനൽ ഡിഫോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് മേപ്പിൾവുഡ്. കാണാൻ തന്നെ പോലെയുള്ള അയാളെ കണ്ട് ഷോക്കായ ഡിഫോയ് ആ ഗ്ലാസ് റൂമിന്റെ അടുത്തേക്ക് ചെന്നതും പെട്ടെന്ന് അവിടെ കിടക്കുന്ന ആളുടെ ബോഡി വല്ലാതെ ഷേക്ക് ആവാൻ തുടങ്ങി. അങ്ങനെ നിമിഷങ്ങൾ കൊണ്ട് അയാളുടെ ബാക്കിയുള്ള ജീവൻ കൂടി നഷ്ടപ്പെട്ടു. അടുത്ത സീനിൽ ഡിഫോയെ ചോദ്യം ചെയ്യുന്ന മേപ്പിൾവുഡിനോട് ഇതാരാണെന്ന് തനിക്ക് അറിയില്ല എന്നും അതേപോലെ ചാപ്പൽ പെർലസുമായി തനിക്ക് ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ ഡിഫോയ് പറയാണ്. ഡിഫോയ് പറഞ്ഞതൊക്കെ മേപ്പിൾവുഡ് മാനിക്സിനോട് ചെന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ട് അതെല്ലാം കള്ളമാണ്, ആ മരിച്ചത് 2 ദിവസത്തിന് ശേഷമുള്ള, അതായത് ഫ്യൂച്ചറിലുള്ള ഡിഫോയാണ്, അതിനുള്ള തെളിവാണ് അയാളുടെ നെറ്റിയിലെ ആ മുറിവ്. അതേപോലെ ഇതെല്ലാം ചെയ്യുന്നത് ചാപ്പൽ പെർലസ് ആണ്. അവർക്ക് നമ്മൾ ഈ അച്ചീവ് ചെയ്ത പ്രോഗ്രസ് ഒക്കെ നശിപ്പിക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. മനുഷ്യനെ സമയത്തിലൂടെ കടത്തിവിടാൻ അവർക്ക് സാധിക്കുമെങ്കിൽ പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ലോകം ഇങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഫോയെ ഫോളോ ചെയ്ത് ചാപ്പൽ പെർലസിനെ കണ്ടുപിടിക്കാൻ മേപ്പിൾവുഡിനെ ഏൽപ്പിക്കുകയാണ് മാനിക്സ്. ഇനി 1941 ലോങ് ഹാർവസ്റ്റ് ലൈനിൽ കണ്ടെത്തിയ ബോഡിയുടെ പോസ്റ്ററും പിടിച്ചു വന്ന ആ പെൺകുട്ടിയെ കാണാം. അവിടെയുള്ള ആളുകൾ അവളോട് ഇംഗ്ലീഷിലും ജർമ്മനിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഒന്നും മനസ്സിലാവാതെ പോലെ ഇരിക്കുന്ന ആ പെൺകുട്ടി നിങ്ങളുടെ ബോസിനോടും ഈ പെണ്ണിനോടും എവിടുന്ന് പോകാൻ പറ, എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കണം എന്ന് വൈറ്റ്മാനോട് ഈഡിഷിൽ പറയാണ്. വൈറ്റ്മാൻ ഒഴികെ അവിടെയുള്ള ആർക്കും ഈഡിഷ് അറിയില്ലായിരുന്നു. എന്നാൽ അവൾ എന്തിനാ വന്നത് എന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ചോദിക്കണം എന്നവന്റെ ബോസ് അവനോട് പറയാണ്. ഈ കൊച്ചിന് ഈഡിഷ് മാത്രമേ അറിയുള്ളൂ എന്നാണ് വൈറ്റ്മാൻ വിചാരിച്ചത്. എന്നാൽ തനിക്ക് 10 പൗണ്ട് തന്നില്ലെങ്കിൽ നിങ്ങളാണ് ആ ബോഡി കാറിൽ കയറ്റിയത് എന്ന് ഞാനിവിടെയുള്ള എല്ലാവരോടും ഇംഗ്ലീഷിൽ പറയും എന്ന പെൺകുട്ടി വൈറ്റ്മാനെ ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ ഈ പെണ്ണിനൊന്നും അറിയില്ല, വിശന്നപ്പോൾ ഇവിടേക്ക് ചുമ്മാ കയറി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വൈറ്റ്മാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്.
അടുത്ത സീനിൽ $10 ചോദിച്ച കൊച്ചിന് $2 കൊടുത്ത് സ്കൂട്ടാവാൻ നോക്കിയ വൈറ്റ്മാനോട് ബാക്കി തന്നില്ലേ ഞാൻ ഇപ്പൊ തന്നെ എല്ലാം പോയി പറയാം എന്ന് പറഞ്ഞ് അവൾ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ അടുത്തുള്ള ബൂത്തിലെ ഫോൺ റിങ് ചെയ്യുന്നത്. വൈറ്റ്മാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് ആ ലേഡിയായിരുന്നു. ഈ കൊച്ചു തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണെന്നും എന്നാ ഞാനത് പൈസ കൊടുത്ത് ഒതുക്കിക്കോളാം എന്നൊക്കെ വൈറ്റ്മാൻ പറഞ്ഞത് കേട്ട് റിസ്ക് എടുക്കണ്ട, അവളെ അങ്ങ് തട്ടിക്കളഞ്ഞേക്ക് എന്നാ ലേഡി പറയാണ്. ഇത് കേട്ടതും 11 വയസ്സുള്ള ഒരു കുട്ടിയെ ഞാൻ എങ്ങനെ കൊല്ലും എന്ന് പറഞ്ഞ അയാളോട് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിനൊക്കെ നിങ്ങളെ തന്നെ ചൂസ് ചെയ്തത് എന്ന് പറഞ്ഞ് ആ ലേഡി കോള് കട്ട് ചെയ്തു. അങ്ങനെ ബാക്കിയുള്ള പൈസ തന്റെ അമ്മയുടെ വീട്ടിലാണ്, നാളെ 10 മണിക്ക് ഇതേ സ്ഥലത്ത് നിന്നാ മതി, ഞാൻ നിന്നെ വന്ന് കൂട്ടിക്കോളാം എന്ന് പറഞ്ഞ് വൈറ്റ്മാൻ അവിടുന്ന് പോയി. അടുത്ത ദിവസം ആ കൊച്ചിനെയും കൊണ്ട് തന്റെ കാറിൽ പോകുന്ന വൈറ്റ്മാനെ ആരോ ഫോളോ ചെയ്യാണ്. എങ്ങനെയൊക്കെയോ അയാളുടെ കണ്ണു വെട്ടിച്ച് കാർ എടുക്കാൻ നോക്കുമ്പോഴാണ് ആ കാറിലെ ഡാഷ്ബോർഡിൽ ക്ലോറോഫോം ഉള്ളത് ആ കൊച്ചു കാണുന്നത്. അതോടെ കുതറി മാറാൻ ശ്രമിച്ച അവളെ വൈറ്റ്മാൻ ബോധം കെടുത്തി. സീൻ കട്ടായ ഇനി ഒരു കുഴി വെട്ടി അതിൽ ആ കുട്ടിയെ കിടത്തിയ ശേഷം ആ കുഴിയിലേക്ക് ഷൂട്ട് ചെയ്യാണ് വൈറ്റ്മാൻ. അടുത്ത സീനിൽ വീട്ടിലെത്തിയ വൈറ്റ്മാനെ ആ ലേഡി പിന്നെയും ഫോൺ ചെയ്യാണ്. താൻ ആ കൊച്ചിനെ കൊന്നുവെന്നും ഇനി ഒരിക്കലും തന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്തു. എന്നാ ശരിക്കും വൈറ്റ്മാൻ ആ കുട്ടിയെ കൊന്നിട്ടില്ലായിരുന്നു, അവളും തന്നെ പോലെ അനാഥയാണ് എന്നൊക്കെ അറിഞ്ഞ് വൈറ്റ്മാൻ ആ കൊച്ചിനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അങ്ങനെ ബോധം വന്ന അവള് അയാളുടെ ഗണ്ണും എടുത്ത് അവിടെ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങിയപ്പോൾ താൻ അവളെ ഉപദ്രവിക്കാൻ കൊണ്ടുവന്നതല്ല എന്നും അവൾ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ ചിലപ്പോ ഇവരെ ഫോളോ ചെയ്ത ആളുകള് ഇവരെ രണ്ടുപേരെയും കൊല്ലാൻ പോലും മടിക്കില്ല എന്നൊക്കെ വൈറ്റ്മാൻ പറയുന്നത് കേട്ട് ആ കൊച്ച് അവിടെ ഇരിക്കുകയാണ്. ഇനി 2023ലെയും 1890ലെയും സീൻസ് പാരലായി കാണാം. റോഡിലൂടെ നടന്നു പോകുന്ന ഹില്ലിംഗ് ഹെഡ്, അതേപോലെ മാനിക്സിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുന്ന ഹസൻ. ഇവർ രണ്ടുപേരും ലോങ് ഹാർവസ്റ്റ് ലെയിനിലേക്ക് നടക്കുകയാണ്. അവിടെയുള്ള ചുമരിൽ ഹില്ലിംഗ് ഹെഡ് തന്റെ പേരും ആ ബോഡിയിൽ കണ്ട സിമ്പലും വരയ്ക്കുകയാണ്. ഈ എഴുതി വെച്ചത് ഹസൻ 2023ൽ കാണുകയാണ്. ഈ ഒരു സീനോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.